ഒരു ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ദുരന്ത മുഖത്ത് ധാരാളം ആളുകളുണ്ടാകും, ഉദ്യോഗസ്ഥരുണ്ടാകും, സൈനിക വിഭാഗങ്ങളുണ്ടാകും, രക്ഷാപ്രവർത്തകരുണ്ടാകും, സന്നദ്ധ പ്രവർത്തകരുണ്ടാകും, ആരോഗ്യവകുപ്പിലുള്ള ആളുകൾ, അങ്ങനെ തുടങ്ങി പല തരത്തിലുള്ള ആളുകൾ അവിടെ ഉണ്ടാകും. ഇവിടെയും ഏകദേശം അതുപോലെ 1000-5000 കണക്കിനുള്ള ഉദ്യോഗസ്ഥരും ആളുകളും ഒക്കെ അവിടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ വിഭാഗം ആളുകൾ അവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഈ തെരച്ചിലൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഭക്ഷണമൊക്കെ നൽകേണ്ടതുണ്ട്. അത്തരത്തിൽ ഈ വരുന്ന ആളുകൾക്കൊക്കെ ഭക്ഷണം ഒരുക്കി അവരെ ഊട്ടുന്ന, അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്ന ഒരു വിഭാഗമാണ് കോഴിക്കോട് ജില്ലയിലെ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ നാദാപുരം നിയോജക മണ്ഡലത്തിലെ വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ്. ഇവിടെ ഈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് ഏകദേശം 8 കിലോമീറ്റർ താഴെ ഇവിടെ ഒരു കള്ളാടി മക്കാം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ആ ഒരു കള്ളാടി മക്കാമിൻ്റെ പരിസരത്താണ് ഇവിടെ നാദാപുരത്ത് നിന്ന് ഏകദേശം 60ഓളം വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ഇവിടെ വരുന്നു. ആ 60ഓളം വൈറ്റ് ഗാർഡ് അംഗങ്ങൾ അവർക്ക് വേണ്ട ഇന്നലെ മുതൽ, അഥവാ ആ ഉരുൾപൊട്ടൽ ദിവസത്തിൻ്റെ 2ാം ദിവസം മുതൽ അവർക്കുള്ള ഭക്ഷണമൊരുക്കി, രാവിലെ മുതൽ അവർ ഭക്ഷണമൊരുക്കി തയ്യാറായിരിക്കുകയാണ്. ഇന്നലെ അഥവാ ഉരുൾപൊട്ടലിൻ്റെ 2ാം ദിവസം അവർ ഉച്ചയ്ക്ക് വിതരണം ചെയ്തത് ഏകദേശം 3000ഓളം ആളുകൾക്കുള്ള ഭക്ഷണമാണ്. രാവിലെയും 8000ഓളം ആളുകൾക്കുള്ള ഭക്ഷണമാണ്. രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുമൊക്കെ ആ ഭക്ഷണം അവർക്ക് കൊടുക്കുന്നു. നമുക്കിവിടെ വരുമ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും കുടിവെള്ളമുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ സർവ്വ സംവിധാനവുമായിട്ടാണ് ഇവരിവിടെ വന്നിട്ടുള്ളത് എന്നത്. ഇവിടെ നിന്ന് ഒരു കയറ് പോലും ഇവിടെ നിന്ന് ഇവിടുത്തെ നാട്ടുകാരോട് ശേഖരിക്കാത്ത രീതിയിലാണ് ഇവർ അത്രയ്ക്ക് സജ്ജീകരണങ്ങളുമായിട്ട് അവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. ഏകദേശം 5-6 ലോറികളിൽ വലിയ ജനറേറ്റർ, ഇവിടെ കെട്ടാനുള്ള പന്തലുകൾ, അരിച്ചാക്കുകൾ, അതിന് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കേണ്ട മറ്റ് സംവിധാനങ്ങൾ, വിറകുകൾ, ഗ്യാസുകൾ, അങ്ങനെ തുടങ്ങി എല്ലാ സംവിധാനവുമായിട്ടാണ് അവരിവിടേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ അരിച്ചാക്കുകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഭക്ഷണം പാക്ക് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. അവർക്ക് ഇവിടെ നിന്ന് ബഫേ സിസ്റ്റത്തിൽ ഭക്ഷണം വാങ്ങി അവിടെ ഭക്ഷണം കഴിക്കുവാനുള്ള ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് ഭക്ഷണം വാഹനങ്ങളിൽ മുകളിലേക്ക് കൊടുത്തയക്കുന്ന സംവിധാനമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതോടൊപ്പം തന്നെ തിരച്ചിൽ നടത്തുന്ന ആളുകൾക്കുമൊക്കെ ഇത് ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഒന്നാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കലവറയിലേക്ക് ചെന്ന് കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോഴും രാത്രിയേക്കുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിലാണ്. പണ്ടാരിമാർ ഉൾപ്പെടെ അവർക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾ ഉൾപ്പെടെ അവർ ഇവിടെ എത്തിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു നല്ല നെയ്ച്ചോറാണ് ഇന്ന് ഇവരിവിടെ പാകം ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ കാണുന്നത്. നമ്മുടെ കൂടെ ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ആളുകളൊക്കെ ഉണ്ട്. ഇക്ക പേരൊന്ന് പറയാമോ? ബഷീർക്ക ആണ് ഇതിന് കോർഡിനേഷൻ നൽകുന്നത്. ബഷീർഖാനെ പോലെ ഒരുപാട് ആളുകളുണ്ട്. ബഷീർക്ക, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി ഏറ്റെടുക്കാൻ കാരണം? എന്താ? മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള മുമ്പും ഞങ്ങൾ പല സ്ഥലത്ത് പോയിട്ടുണ്ട്. പിന്നെ ആലപ്പുഴ, ഹരിപ്പാട്, പറവൂര്, ചെങ്ങന്നൂർ, കവളപ്പാറ, പിന്നെ വേറെ പ്രളയം നടന്ന സ്ഥലത്ത് പറവൂരില്ല, കേക്കം പറവൂർ, പിന്നെ ആലുവ അടുത്തല്ല, ഓക്കെ, എറണാകുളം. നിങ്ങൾ എത്ര ടീമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്? നിലവിൽ 60 പേരുണ്ട്. 20 പേരോളം പിന്നെ രക്ഷാപ്രവർത്തനത്തിന് മേലെ ഉണ്ട്. റെസ്ക്യൂ ടീമിൻ്റെ കൂടെ മേലെ ഉണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഒരു 30ഓളം പേര് ഇവിടെ ഉണ്ട്. 10 പേര് ഫുഡ് ഡെലിവറി ചെയ്യാനും ഇതൊക്കെ പാക്കിങ് ആയിട്ട് 30ഓളം പേര്. എന്തൊക്കെ സൗകര്യങ്ങളാണ് നിങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത്? എത്ര വാഹനങ്ങളിലാണ് സാധനങ്ങൾ വന്നിട്ടുള്ളത്? അങ്ങനെ നിങ്ങൾ ശേഖരിച്ച വസ്തുക്കളും നിങ്ങൾ കൊണ്ടുവന്ന സാധന സാമഗ്രികളും അതൊക്കെ ഒന്ന് പറയാൻ കഴിയും? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്നൊരു സംഗതി മേപ്പാടി ടൗണിൽ പോയി വാങ്ങണ്ട. ഈ ഒരു പ്ലേസ് ഇവരിവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. അതേപോലെ വെള്ളം അവർ തന്നെ കൊണ്ടുതരുന്നുണ്ട്. അതേപോലെ ചിക്കന് അതുപോലത്തെ സാധനങ്ങൾ ഞങ്ങൾ ടൗണിൽ പോയിട്ട് വാങ്ങും. ബാക്കിയുള്ള സംഗതി ഞങ്ങൾ കൊണ്ടുവന്ന ജനറേറ്റർ അടക്കം ഞങ്ങൾ വണ്ടിയിൽ സെറ്റാക്കിയിട്ടാണ് വന്നത്. ഇൻ കേസ് വൈദ്യുതിക്ക് വല്ല തകരാറുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഞങ്ങളുടെ പ്രവർത്തനം സുഗമമാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒന്നാം ദിവസം എത്ര പേര്? 8000 ആളുകളാണോ രാവിലെ ഉച്ചയ്ക്ക്? പേര് ഇന്നലെ കാരണം ഒരു സമയത്ത് മാത്രം, അല്ലെങ്കിൽ രാവിലെ തൊട്ട് പിന്നെ 6 മണി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ചായ, അതേപോലെ ചെറുകടികൾ. അതിന് ശേഷം ഒരു 7 മണിയാകുമ്പോഴേക്ക് പിന്നെ പൊറോട്ട, പിന്നെ റൊട്ടി, ബ്രെഡ്, ചിക്കൻ കറി, വെജിറ്റബിൾ കറി, ചായ. ഇതെല്ലാവർക്കും
പിന്നെ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതേപോലെ പിന്നെ 12 മണി വരെ. പിന്നെ അതേപോലെ പുറത്തുള്ളവർക്ക് അങ്ങ് കൊടുക്കും. പിന്നെ ഇവിടുത്തെ നിയമപാലകരും അതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഇവിടെ വന്നിട്ട് കഴിക്കാറുണ്ട്. അവർക്ക് ഞങ്ങൾ എത്തിക്കാറുണ്ട്. ഒരു മാനദണ്ഡോ ടോക്കണോ ഒരു പരിപാടി ഒന്നുമില്ല, എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും വന്നാൽ തികച്ചും സൗകര്യപ്രദമായ രീതിയിൽ ഞങ്ങൾ എന്താക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇപ്പം ഇത്തരമൊരു പദ്ധതി തുടങ്ങുമ്പം ഇത് അവസാനിക്കുക എന്ന് പറയുന്നത് ഇവിടെ രക്ഷാപ്രവർത്തനം എന്ന് അവസാനിക്കുന്നുവോ അന്നായിരിക്കും. അന്ന് വരെ തുടരാൻ കഴിയുമോ? ഇൻഷാ അല്ലാഹ് അല്ലാഹ് തൗഫീഖ് ചെയ്യാണ്. കവളപ്പാറയും അതുപോലെ പറവൂരൊക്കെ ചെയ്തത് രക്ഷാപ്രവർത്തനവും കാര്യങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷമാണ് നമ്മളവിടെ തിരിച്ചു പോന്നിട്ടുള്ളൂ. അതേപോലെ തന്നെയാവും ഇവിടെ ഒരു ദിവസം 7000-8000 ആളുകൾക്ക് ഭക്ഷണം ഒരുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭാരിച്ച ചിലവാണ്. അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് നമ്മളെ സുഹൃത്തുക്കളും നമുക്ക് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും അവർ ചെയ്യാൻ തയ്യാറാണ്. ഇവിടുന്ന് ആരായിട്ടൊന്നും ഒരു സംഗതി ഞങ്ങൾ വാങ്ങിക്കുകയില്ല, വാങ്ങിയിട്ടുമില്ല. അത് സ്പോൺസർ സാധനങ്ങൾ ഇവിടെ വല്ലവരും പിന്നെ കൊണ്ടുതരാറുണ്ട്. അത് ഞങ്ങൾ ഇവിടെ എന്താക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങളെ എന്താക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിലുള്ള ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഞങ്ങൾ എന്താക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് റെസ്ക്യൂ പ്രവർത്തനത്തിന് ഇത്തരത്തിലുള്ള ഹെൽപ്പായിട്ട് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥരൊക്കെ നിങ്ങളെ സമീപിക്കും, നിങ്ങൾ ഇവിടെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നൊരു സിസ്റ്റമുണ്ട്. അത്തരമൊരു അനുഭവം ഇവിടെ ഒന്നായിട്ട് അറിയോ? ഇവിടെ ഇത് പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. ഞങ്ങൾ ഇവിടെ എത്തി. പിന്നെ ഇവിടുത്തെ പിന്നെ നിയമപാലകരൊക്കെ പിന്നെ ഇന്നലെ ചെറിയ അവർക്ക് വിഷയമായിരുന്നു. ഞങ്ങൾ പിന്നെ ഫസ്റ്റിൽ വരുന്നത് കൊണ്ട് ഇവിടത്തേക്ക് അവർ വിചാരിച്ചു വല്ല ഈ കാണാനോ പിന്നെ ഇത് നോക്കാനോ വരുന്ന ആളുകളായിരിക്കും. പക്ഷേ അതിനുശേഷം അവർക്ക് മനസ്സിലായി. അവർ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു. ആദ്യം ഞങ്ങളിങ്ങോട്ട് കടത്തി വിടാതിരുന്നവർ പിന്നെ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾ അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി ഉള്ളത്. അവരും ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഏതായിരുന്നാലും ദുരന്ത ഭൂമിയിൽ നമുക്ക് നിറയെ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. വൈറ്റ് ഗാർഡ് അംഗങ്ങളുടെ ആ ഒരു പ്രവർത്തനത്തെ നമുക്ക് എടുത്ത് അഭിനന്ദിക്കാതെ തരമില്ല. എല്ലാ സ്ഥലങ്ങളിലും അവർ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിലും വർഷകാലത്തുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളിലുമൊക്കെ അവർ ഇടപെടാറുണ്ട്. ഇവിടെയും ഇത് നമുക്ക് കാണാം. ഏതായിരുന്നാലും ഇവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സുമനസ്സുകളുണ്ട്. അവരാണ് ഇവർക്ക് കരുത്ത് നൽകി ഇവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്. ഇവർ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിർബന്ധമായി മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് വന്ന ആളുകളാണ്. നമുക്കിവിടെയുള്ള കലവറയിലുള്ള ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് തോന്നുന്നു. കാരണം അവർ ഇത്തരം ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആളുകളെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഓരോ ദിവസത്തെ മെനു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇന്ന് എന്താണ് ഭക്ഷണം ഉണ്ടായിരുന്നത്? ഇന്നലെ രാവിലെ 6 മണിക്ക് ചായ, പിന്നെ ചിക്കൻ കറി, പൊറോട്ട, പിന്നെ ബിസ്ക്കറ്റ്, ബ്രെഡ്, കുബൂസ്. പിന്നെ ഉച്ചക്ക് പിന്നെ നെയ്ച്ചോറ്, പിന്നെ ചിക്കൻ കറി, മജ്ബൂസ്, ദാൽ ഫ്രൈ. രാത്രി നെയ്ച്ചോറും പിന്നെ ചിക്കൻ കറിയും ദാൽ ഫ്രൈയും. ഈ എല്ലാ ദിവസവും ഒരേ മെനു ആയിരിക്കും? ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇന്നലെ മജ്ബൂസ്, ഇന്ന് ഗീ റൈസും പിന്നെ ചിക്കൻ കറിയും. ആരാ നിങ്ങളെ മുഖ്യ പണ്ടാരി? പേരെന്ത്? റാഷിദ്. എൻ്റെ പേരാണ്. നാദാപുരത്ത് നിന്ന് വന്നതാണ്. കുറ്റിയാടി തന്നെ വരുന്നതാണ്. എങ്ങനെ ഈ ഒരു അക്ഷീണ സാധാരണ ഒരു കല്യാണ വീട്ടിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം തയ്യാറാക്കിയാൽ മതി. ഇവിടെ അങ്ങനെയല്ല. റൊട്ടീനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേ നിൽക്കണം. റെസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു മനസാന്നിധ്യത്തോട് കൂടിയിട്ടാണ് വന്നത്. അതെ, നമ്മൾ എന്തിനും തയ്യാറായിട്ടാണ് വന്നത്. നമുക്കൊരു റെസ്റ്റ് സമയം എന്നൊക്കെ പറയുമ്പോൾ അതൊരു പ്രതിസന്ധിയായിട്ട് തോന്നുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇവിടുത്തെ പിന്നെ വിഭവങ്ങളൊക്കെ തയ്യാറാക്കാൻ നിങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ കൂടെ വന്ന ആളുകളൊക്കെ ഉള്ളി സവാള അരിയാൻ അതൊക്കെ സഹായിക്കും? നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള മെയിൻ ഭണ്ഡാരികൾ തന്നെയല്ല ഉള്ളത്. നേരത്തെ ഇവരുടെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്? നമ്മൾ മൊത്തം മൂപ്പരുടെ കൂടെ 4 വർഷമായി. പിന്നെ മൂപ്പരുടെ കൂടെ 10 ആൾ ഇപ്പം വന്നിട്ടുണ്ട്. നമുക്കൊരു ക്ഷീണവും കാര്യമൊന്നുമില്ല. നല്ല ഉഷാർ തന്നെ പണിക്ക്, ജോർ തന്നെ. നേരത്തെ കുറേ സ്ഥലത്ത് ഇവർ രക്ഷാപ്രവർത്തനത്തിനൊക്കെ പോയിട്ടുണ്ട് അവിടെ. അതായത് പിന്നെ നമ്മളെ കണ്ടോത്ത് കുനിയുള്ള കമറുക്കൻ ടീമും ഇങ്ങനെ ഒരു സംരംഭമായിട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ച് ഈ റാഷിദിനെയാണ് വിളിച്ചത്. റാഷിദിനെ വിളിച്ച ഉടനെ നമ്മൾ പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല. ഏത് ടൈമിനും നമ്മൾ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ ഇന്നലെ മെനഞ്ഞാന്ന് നമ്മൾ ഒന്നിച്ച് വന്നതാണ്. ഇനിയിപ്പോൾ ഈ പരിപാടി ഇവരപ്പം നിർത്തണം നടന്ന് ആ ടൈമിന് നിർത്തി. നിങ്ങളുടെ ദേശത്തുള്ള ആളല്ല? നിങ്ങൾ ചുരുങ്ങി ഒരു 6-7 കിലോമീറ്റർ. നിങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സന്നദ്ധനായിട്ട് വന്നാണ്. തീർച്ചയായിട്ടും കാറ്ററിംഗ് വർക്ക് നമ്മൾ എടുക്കുന്നത് ചെയ്യുന്നത്. ഇനി ഇന്ന് രാത്രിയത്തെ മെനു എന്താണ്? ഇന്ന് രാത്രി ഗീ റൈസും
ചിക്കൻ കറിയും ദാൽ ഫ്രൈയും പൊറാട്ട. നാളെ തയ്യാറാക്കുന്നത് നാളത്തേത് മെനു എന്തെങ്കിലും ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും. ഭക്ഷണം ബാക്കിയാവുന്ന അവസ്ഥയുണ്ടാവുന്നുണ്ടോ? ഇല്ല. ഭക്ഷണം ഒരേ ഉള്ളൂ, അതിനനുസരിച്ച് വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. തീരുന്നതിനനുസരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതായിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു കല്യാണ വീട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സമയം ഉണ്ടാവും. ഒന്നുകിൽ ഉച്ച, അല്ലെങ്കിൽ ഈവനിങ്, അല്ലെങ്കിൽ രാത്രിയൊക്കെ ആയിരിക്കും അവിടുത്തെ ഷെഡ്യൂൾ നമ്മൾ തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാവിലെ തുടങ്ങിയാൽ ആ പണി ഉച്ചയ്ക്ക് അവസാനിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ റൊട്ടീനായിട്ട്, അതും കേവലം സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ കല്യാണ വീടുകൾ എന്ന് പറയുന്നത് 1000-2000 ആളുകളൊക്കെ മാക്സിമം പോയാൽ ഒരു സാധാരണ കല്യാണങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. 1000, 5000, 6000, 7000 ആളുകൾ, ഇന്നലെ 8000-ഓളം ആളുകൾക്ക് ഇവിടെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ ആയിട്ട് ഭക്ഷണം പാകം ചെയ്തു എന്ന് പറയുമ്പം അതിന് വലിയൊരു എഫേർട്ട് ആവശ്യമുണ്ട്. ഇത് എത്ര ദിവസം, ഇതാണ് ഇവിടുത്തെ പ്രധാന പോയിന്റ്, എത്ര ദിവസം ഇവർക്കിവിടെ വർക്ക് ചെയ്യേണ്ടി വരും എന്നത് സംബന്ധിച്ചുള്ള ഒരു മുൻവിധിയും ഇവർക്കില്ല, ഒരു ധാരണയും ഇവർക്കില്ല. കാരണം അത് ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ്. അവരുടെ തീരുമാനത്തിനും സർക്കാരിൻ്റെ തീരുമാനത്തിനും അനുസരിച്ചായിരിക്കും. അപ്പോൾ അതുവരെ ഇവരിവിടെ സർവം സമർപ്പിച്ച് തയ്യാറായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു പ്രവർത്തനത്തെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി വരില്ല. ആ ഒരു ആവേശം ഇത് പറയുമ്പോൾ എനിക്കും കൂടി വരുന്നുണ്ട് എന്നത് ഇവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷേ ഒരു ആവേശം എന്ന വാക്ക് നമുക്കിവിടെ പറയാൻ പറ്റില്ല. കാരണം ഈ സാഹചര്യം, സിറ്റുവേഷൻ അതാണ്. ഏതായിരുന്നാലും ഇവർക്ക് നമുക്ക് ചെയ്യുവാനുള്ളത്, ഇവർക്ക് നല്ലത് വരട്ടെ എന്ന് ഇത് കാണുന്ന എല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുമാത്രമാണ് ഇവർ ആഗ്രഹിക്കുന്നതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം.